قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ 55-ാമത്തെ പാർട്ടിലെത്തിയിരിക്കുകയാണ്. ജബ്ബാറിൻ്റെ മറുപടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിൻ്റെ സീരീസിൽ. അപ്പോൾ ഇദ്ദേഹം വീണ്ടും ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഇത് താനെ കുഴിക്കുവിൻ താൻ തന്നെ വീഴും എന്ന് പറയുന്ന പോലെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നുള്ളതാണ് ഇദ്ദേഹം ഇതിൻ്റെ ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ചെയ്യുന്നത്. ഇയാൾ പറയുന്നതിൻ്റെ നേരെ വിപരീത അർത്ഥമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്രന്ഥത്തെ വികലമാക്കിക്കൊണ്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് എടുക്കുകയാണല്ലോ, നമ്മൾ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ സത്യപ്രകാരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്ലാസ് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു കാപട്യമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാം, എന്നിട്ട് അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം. ഇദ്ദേഹത്തിന് ഖുർആൻ ഒറ്റത്തവണയായി ഇറക്കപ്പെടാത്തത് എന്താണ് എന്ന്, അത് അപ്രകാരം തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാകുന്നു ശരിയായ സാവകാശത്തോടെ നാം അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഖുർആനിലെ മണ്ടത്തരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. മുഹമ്മദ് മക്കയിൽ അവകാശപ്പെട്ടിരുന്ന പ്രവാചകത്വവും മുഹമ്മദിന്റെ ദൈവികതയും മുഹമ്മദിന്റെ ഖുർആനിന്റെ ദൈവികതയും എല്ലാം സാമാന്യ യുക്തിക്ക് മുമ്പിൽ തകർന്നടിയുന്ന യുക്തിഹീനമായിട്ടുള്ള ഒരു വിരോധാഭാസമാണ് ഈ വാക്യത്തിലുള്ളത്. എന്താ ഇതിനകത്ത് പറയുന്നത്? ഇദ്ദേഹത്തിന് ഖുർആൻ ഒറ്റ തവണയായി ഇറക്കപ്പെടാത്തത് എന്താണ് എന്ന് മക്കയിലെ ആളുകൾ ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഖുർആനിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഇത് പറയുന്ന മറുപടി നോക്കൂ. മറുപടി ഇങ്ങനെ, അത് അപ്രകാരം തന്നെയാണ് വേണ്ടത്. എപ്രകാരം? അതിന് ബ്രാക്കറ്റിലിട്ടിട്ട് ഇവർ അർത്ഥം കൊടുത്തിരിക്കുന്നു, ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചത് പ്രകാരം. യഥാർത്ഥത്തിൽ അപ്രകാരം എന്ന് ആദ്യം പറഞ്ഞ വാചകമായിട്ട് ചേർത്ത് പറയുകയാണെങ്കിൽ അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വേണ്ടത് എന്നാണ് അർത്ഥം വരിക. അത് പക്ഷേ ഇങ്ങനെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. എന്തുകൊണ്ട്? അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാകുന്നു ശരിയായ സാവകാശത്തോടെ നാം അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ത് അർത്ഥമാണ് ഇതിനുള്ളത്? ഇതിനെക്കുറിച്ച് ഇബ്നു കസീർ എഴുതിയിട്ടുള്ള ഒരു വാചകം കൂടെ ചേർത്ത് വായിക്കാം. As the disbelievers of Mecca considered this objection to be very strong, they repeated it over and over again. The Quran also has cited it with its answer at several places. മക്കയിലെ ഖുറൈശികൾ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഉന്നയിച്ചിരുന്ന ഒരു വാദമാണ് ഇത്, ആവർത്തിച്ച് ഉന്നയിച്ചിരുന്ന ഒരു വാദമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് ഖുറാനിൽ പലയിടത്തായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇബ്നു കസീർ തന്നെ പറയുന്നത്. ഇത് ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ച് അവർ പറയാൻ എന്താണ് കാരണം? നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പറയട്ടെ, നമുക്ക് കാത്തിരിക്കാം. അപ്പം എന്താപ്പോൾ നമ്മൾ പറയല്ലേ, എന്താപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത്? കൃത്യമായിട്ട് ആ വചനത്തിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് 23 വർഷങ്ങൾക്കുള്ളിലായിട്ടാണ്, പല ഘട്ടങ്ങളിലായിട്ടാണ് എന്തായത് ഖുർആൻ അവതരിച്ചത്. അപ്പോൾ ഇവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒറ്റത്തവണമായിട്ട് എന്തുകൊണ്ടാണ് ഇത് വരാത്തത്? ഇതെന്താ ഇങ്ങനെ ഘട്ടങ്ങളായിട്ട് പല ഭാഗങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന ചോദ്യമാണ് അവർ. അപ്പോൾ അപ്രകാരം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ തന്നെയാണ് അത് അവതരിപ്പിക്കേണ്ടത് എന്ന് എവിടെയാണ് പറഞ്ഞത്? അങ്ങനെ ഒരു അർത്ഥം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇതാണ് ഞാൻ പറഞ്ഞത്. അറബി ഭാഷയെ കുറിച്ചിട്ടോ അതിൻ്റെ ഗ്രാമറിനെ കുറിച്ചിട്ടോ ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല ഇദ്ദേഹത്തിന് എന്നുള്ളതാണ്. അപ്പം എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് കിടക്കാം. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ 23 വർഷം കൊണ്ട് ഇറങ്ങി, അത് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഇറങ്ങിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ഇദ്ദേഹത്തിന് ഉണ്ടാവും തോന്നുന്നുണ്ട് ആ ചോദ്യം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ഇദ്ദേഹം പറഞ്ഞല്ലോ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അതെ, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. കാരണം ഖുർആനിലെ പല വചനങ്ങളും എസ്അലൂനക, അവരതാ ചോദിക്കുന്നു, നിന്നോട് അതേപറ്റി ചോദിക്കുന്നു, നീ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുകളാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് ഖുർആനിലുള്ളത്. അതേപോലെ തന്നെ അവരുടെ ചില സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ടാണ് ഖുർആനിലെ വചനങ്ങളുള്ളത്.
അതുപോലെ തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ വരുന്നത് ആ യുദ്ധം വരുമ്പോഴാണ് അതിനുള്ള ആയത്തുകൾ, അതിനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നത്. അതേപോലെ യുദ്ധം ചെയ്യരുത് എന്ന് പറയുന്ന, ക്ഷമ കൈക്കൊള്ളണം എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. അങ്ങനെ ഒരുപാട് മദ്യവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ നന്നായിട്ട് ഇറങ്ങിയെന്ന് വിചാരിക്കുക. എന്താണ് ഉണ്ടാവുക? ഒരു സമൂഹത്തെ ഉന്നതിയിലെത്തിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഇപ്പോൾ മദ്യത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന, തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തങ്ങളുടെ ഖബറിൻ്റെ മുകളിലായിട്ട് ഒരു മറ്റേ മുന്തിരിയുടെ തൈ നടണമെന്നും, അപ്പോൾ എന്താവും, ആ മുന്തിരിച്ചാറെങ്കിലും നമുക്ക് കുടിക്കാമല്ലോ, മരിച്ചു കിടക്കുന്ന എന്താ പറയുക, ബോഡിയായിട്ട് കിടക്കുന്ന ആൾക്ക് വരെ അങ്ങനെ മദ്യത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന ആളുകൾക്കിടയിലേക്ക് ഖുർആൻ ആദ്യമായിട്ടുള്ള വചനം, മദ്യം ഒരുപാട് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഗുണങ്ങൾ അതിലുണ്ടെങ്കിലും അതിനേക്കാളേറെ അതിൽ തിന്മയാണ്, ദോഷങ്ങളാണ് കൂടുതലുള്ളത് എന്നും പറഞ്ഞുകൊണ്ട്, അതേപോലെ പിന്നീടുള്ള അടുത്ത ആയത്ത് ഇറങ്ങുന്നത് എന്താണ്? നമസ്കരിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത്, അതായത് നമസ്കാരത്തെ നിങ്ങൾ സമീപിക്കരുത്, മദ്യപിച്ചവരായിക്കൊണ്ട്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യം വേണം. പിന്നീട് അവതരിപ്പിക്കുന്നത് എന്താണ്? മദ്യം. അപ്പോൾ എന്തായി? അവർ നമസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 5 വക്ത് നമസ്കാരമുണ്ട്. സുബഹി രാവിലെ, ഒരു ഉച്ചക്ക്, വൈകുന്നേരം, അതിനുശേഷം സൂര്യൻ അസ്തമിക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ടുള്ള ഇശായുടെ രാത്രി. അപ്പോൾ അവർക്ക് മദ്യപിക്കാനുള്ള സമയം ഒരുപാട് ഒഴിവായി. പിന്നെ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് വേണം കുറച്ച് മദ്യപിക്കാൻ. അപ്പോൾ പിന്നെയും എന്തായി? രാവിലേക്കുള്ള സമയം. അപ്പോൾ ബോധം തെളിയണം. അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കണം? കുറച്ച് കുടിക്കാനുള്ള ഒരു രീതിയിലായി. പിന്നീട് എന്തായി? അപ്പോൾ ഇവർക്ക് എന്തായി? അതൊരു അത്രയും കുറയ്ക്കാൻ കഴിഞ്ഞു അവർക്ക്. ആ സമയത്ത് അപ്പോഴേക്ക് തന്നെ എന്തായി? കുറേ ആളുകൾ മദ്യം കഴിക്കുന്നത് നിർത്തി. പിന്നീട് എന്തായി? അടുത്ത വചനം വരുന്നത് എന്താണ്? മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചനമാണ് പിന്നീട് വരുന്നത്. എന്താണ്? മദ്യവും ചൂതാട്ടവും അതേപോലെ പ്രതിഷ്ഠ വെക്കലും ഒക്കെ എന്താണ്? പൈശാചിക വൃത്തിയാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ വർജിക്കുക, ഒഴിവാക്കുക, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിജയിക്കാം എന്നുള്ള വചനം ഇറങ്ങി. അതേപോലെ പലിശയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ ഇറങ്ങി. അതുപോലെയുള്ള ഒരുപാട് വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ഇറങ്ങുന്ന ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാണ്, വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ ഇയാൾ പറയാണ്, ഈ ജബ്ബറൊക്കെ പഠിപ്പിക്കുന്ന ആളാണല്ലോ, ഇയാൾ പറയാണ്, ഇതെന്താ ഇപ്പോൾ ഇത്? എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നായിട്ട് 1ാം ക്ലാസ്സിൽ അങ്ങോട്ട് 10 വരെയുള്ള പഠിപ്പിച്ചാൽ പോരെ? ഇതെന്തിനെങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ +2, +1, +2, പിന്നെ ഡിഗ്രി, അങ്ങനെ പോയിട്ട് വേണ്ടേ ഒരാൾക്ക് ഡോക്ടറാവാൻ അല്ലെങ്കിൽ പോലീസാവാൻ? ഇതൊക്കെ ആദ്യം അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായി? അയാൾക്ക് നേരെ ഡോക്ടറും പോലീസായിട്ട് അങ്ങോട്ട് പോയാൽ പോരെ? 1 കൊല്ലം കൊണ്ട് എല്ലാം കഴിഞ്ഞില്ലേ എന്നും പറയുന്നതിന് തുല്യം തന്നെയല്ലേ ഇത്? 23 വർഷം കൊണ്ട് പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ആളുകളെ എന്ത് ചെയ്യണം? മൊത്തത്തിൽ ഇനി വരാനുള്ള ജനതകൾക്ക് പോലെയും മാതൃകയാക്കിയിട്ട് മാറ്റണം. നമ്മളൊരു 24 മണിക്കൂറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്ത് വിചാരിക്കാം. അത് ഒറ്റയടിക്ക് ആ 24 മണിക്കൂറിൻ്റെ അങ്ങോട്ട് ചെയ്ത് വിട്ടാൽ ആരെങ്കിലും അത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവും? ഉറക്കം കഴിഞ്ഞിട്ട് കാണുമോ? ഇല്ല. അത് ഓരോ പാർട്ടായിട്ട് അതെന്താണോ ആ ഡോക്യുമെൻ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓരോ പാർട്ടായിക്കൊണ്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്ത് ഇടണം. എന്നാലേ എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് ബോധവാന്മാരാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു രീതിയില്ലേ, ഒരു രീതിശാസ്ത്രമില്ലേ? അപ്പോൾ ഇതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റയടിക്ക് ഇറക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എന്തൊക്കെ ചോദ്യം വരും, എന്തൊക്കെ നിരോധിക്കണം, എന്തൊക്കെ രീതിയിലാക്കണം, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അറിയാം. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? പ്രപഞ്ച സൃഷ്ടാവ് തന്നെയാണ്. ആ സൃഷ്ടാവിനറിയാം ഇവർക്ക് എങ്ങനെയൊക്കെ ഈ ഗൈഡ് കൊടുക്കണം. ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇത് റിജക്റ്റായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഓരോ ഘട്ടങ്ങളായിക്കൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവരെ എന്താ ചെയ്യാൻ പറ്റൂ?
ഇനി വരുന്ന ആളുകൾക്ക് കൂടി മാതൃകയാകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊക്കെ എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞിട്ടുണ്ട് 73 വിഭാഗങ്ങളായിട്ട് മാറും. പക്ഷെ ഒരു കൂട്ടരെ എന്ത് ചെയ്യുക, നാളെ എൻ്റെ കൈ പിടിച്ച് സ്വർഗത്തിലൊരുക്കും. അതാരാണ്? ഞാനും എൻ്റെ സഹാബവും ഏതൊരു ചര്യയിലാണോ ഏതൊരു രീതിയിലാണോ ഇന്നുള്ളത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ, അത് ഫോളോ ചെയ്ത് പോകുന്ന ആളുകളാണ് നാളെ സ്വർഗത്തിൽ കിടക്കുക. അപ്പം അവരെ എങ്ങനെ ഈ ഉന്നതിയിൽ എത്തിച്ചു? ഖുർആനാണ് അതിന് കൃത്യമായ കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 30-40 വർഷമായല്ലോ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും? 40 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരൊറ്റ ആളെ? ഇല്ലല്ലോ. ഒരുപാട് ആളുകളെ യുക്തിവാദികളാക്കാൻ കഴിഞ്ഞു അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കുന്ന ഒരാളെ കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് കഴിയുകയുമില്ല. പിന്നെ വെറുതെ വീമ്പിളക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഒരു എന്താ പറയുക പൊട്ടീസാക്കാൻ നോക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നിനും ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഈ ഇദ്ദേഹത്തെ പോലുള്ള ഓരോന്ന് വക്രമാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പൈശാചികതയിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തായാലും ഇദ്ദേഹത്തിനും ഹിദായത്ത് കിട്ടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ വീഡിയോയിലും നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി. എന്തായാലും ഇതുപോലെയുള്ള ആളുകളൊക്കെ ഹിദായത്ത് ലഭിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളും നരകത്തിൽ കിടക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.